നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. UDF പാഞ്ഞാൾ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. KPCC സെക്രട്ടറി V. ബാബുരാജ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പാഞ്ഞാൾ പൈങ്കുളത്തെ PAM ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ആലത്തൂർ പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ വിജയത്തിനായി UDF പാഞ്ഞാൾ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. KPCC സെക്രട്ടറി V. ബാബുരാജ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കഴിഞ്ഞ തവണ നമ്മുടെ തിരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിച്ചിരുന്ന ആൾ ഇന്ന് മറുകണ്ഠം ചാടി ഞങ്ങളുടെ നാട്ടിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഈ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച് നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥിക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള വോട്ടുകൾ സമാഹരിക്കണം എന്ന ഒരു തീരുമാനമെടുത്തിട്ട് വേണം നമുക്ക് ഈ ഹാളിൽ നിന്ന് പിരിഞ്ഞു പോകാൻ. അതിന് ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനമാണ് നമുക്ക് ആസൂത്രണം ചെയ്യേണ്ടത് എന്ന് ഇവിടെ നമുക്ക് ആലോചിക്കണം. അതിന് കഴിവും പ്രാപ്തിയുമുള്ള നേതാക്കളാണ് സ്റ്റേജിലും അതുപോലെ എൻ്റെ മുമ്പിലും ഇരിക്കുന്നത് എനിക്കറിയാം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഇന്ത്യ രാജ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി നടത്തുന്ന, അദ്ദേഹം നമുക്കറിയാം, കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ ചെറുതുരുത്തി പാലത്തിലൂടെ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോയ ഭാരത് ജോഡോ യാത്രയൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. രാജ്യത്ത് മതേതരത്വം നിലനിൽക്കണം എന്ന ഒരൊറ്റ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇവിടെ നിന്നും ഒരു ജാഥ നടത്തി കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള 4000 കിലോമീറ്റർ പദയാത്രയായി സഞ്ചരിച്ച് നമ്മുടെ നാട്ടിലെ വ്യത്യസ്തങ്ങളായ ആളുകളെ കണ്ട് അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കിയാണ് അദ്ദേഹം ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ആ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ദേശീയ തലത്തിലാണെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യമാണെങ്കിലും ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വളരെയേറെ അനുകൂലമായ സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ നേതാക്കന്മാരൊക്കെ പറയുന്നത് 20 സീറ്റ് നമുക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ ഒരു സംശയവും വേണ്ട, നമുക്ക് 20 സീറ്റും കിട്ടാനുള്ള സാഹചര്യം തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷേ നമ്മളത് കിട്ടുമെന്ന് വിചാരിച്ച് ഇതുപോലെ വെറുതെ ഇരുന്ന് നമുക്ക് ആളുകൾ വോട്ട് ചെയ്യും എന്ന ഒരു സങ്കല്പമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഓരോ നേതാക്കന്മാരും പ്രത്യേകം ചുമതല ഏറ്റെടുത്തുകൊണ്ട്, ബൂത്ത് തലത്തിലുള്ള ചുമതല ഏറ്റെടുത്തുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയില്ല എങ്കിൽ നമുക്ക് കഴിഞ്ഞ തവണ കിട്ടിയ ഭൂരിപക്ഷമോ അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഉണ്ടായ വിജയത്തിലേക്കോ എത്താൻ പ്രയാസമായിരിക്കും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കോൺഗ്രസ് പാഞ്ഞാൾ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അനൂപ് പുന്നപ്പുഴ അധ്യക്ഷനായിരുന്നു. കഴിഞ്ഞ തവണ നമ്മൾ 2000-അധികം വോട്ടുകൾ ലീഡ് ചെയ്ത പാഞ്ഞാൾ മണ്ഡലത്തിൽ അതിൽ കൂടുതൽ വോട്ട് ലീഡ് ചെയ്തുകൊണ്ട് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ മതനിരപേക്ഷ ശക്തികൾക്ക് കരുത്തു പകരുവാൻ, ശ്രീമാൻ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ, പാർലമെൻറ്റിൽ നമ്മുടെ എണ്ണം നോക്കുമ്പോൾ പാലത്തൂരിൽ നിന്നുള്ള MP പ്രിയപ്പെട്ട നമ്മുടെ ഇന്ത്യ മുന്നണിക്ക് ശക്തി പകർന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ ശക്തിപ്പെടുത്തുന്നതിനും രാജ്യത്തിൻ്റെ മതേതരത്വം കാത്തുസൂക്ഷിക്കുന്നതിനു വേണ്ടിയും ആ വലിയ ജനാധിപത്യ പ്രക്രിയയിൽ നമുക്കും പങ്കുചേരുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥിയെ, നമുക്കറിയാം, വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. 1.5 മാസത്തോളം ഈ ഇലക്ഷൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥിക്ക് ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും പോരായ്മകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പോരായ്മകളൊക്കെ മാറ്റിക്കൊണ്ട് ശക്തമായി ഈ പാഞ്ഞാൾ മണ്ഡലത്തിൽ വലിയൊരു ഭൂരിപക്ഷം നൽകാവുന്ന രീതിയിൽ നമുക്ക് ശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കേണ്ടതുണ്ട്. നമുക്കറിയാം, കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാ മേഖലയിലും സാധാരണ ഏതെങ്കിലും വല്ല മേഖലയൊക്കെ സർക്കാരിന് സപ്പോർട്ട് ഉണ്ടാവുന്ന ആളുകളുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പിണറായി വിജയൻ ഗവൺമെൻറ് എല്ലാ മേഖലയിലും എല്ലാ വിഭാഗം ജനങ്ങളെയും ദ്രോഹിക്കുന്ന ഒരു നടപടിക്രമങ്ങളായി മുന്നോട്ട് പോവുകയാണ്. പിണറായി വിജയൻ്റെ മകനും മരുമകൾക്കും അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള ഒരു സംവിധാനം, ഒരു കുടുംബത്തിലേക്ക് മാത്രം അഴിമതിയിലൂടെ പണം കണ്ടെത്തുവാൻ എന്തൊക്കെ പ്രൊജക്റ്റുകൾ കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ അങ്ങനെയുള്ള പ്രൊജക്റ്റുകളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി PM അമീർ മുഖ്യപ്രഭാഷണം നടത്തി.
DCC ജനറൽ സെക്രട്ടറിമാരായ ഇ വേണുഗോപാല മേനോൻ, ജോണി മണിച്ചിറ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി റഫീഖ് പാറപ്പുറം, വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PI ഷാനവാസ്, മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി EH യൂസഫ്, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റസാഖ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രേണുക, മറ്റംഗങ്ങളായ ഉണ്ണീൻകുട്ടി മൗലവി, ഷെരീഫ്, രാജൻ വെട്ടത്ത്, TK വാസുദേവൻ, റസാഖ് വാഴലിപ്പാടം തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് ന്യൂസ് പാഞ്ഞാൾ.